ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ബനാന കേക്ക് ഉണ്ടാക്കിയാലോ? ബനാന ബ്രെഡ് എന്നും പറയും, അല്ലെങ്കിൽ ബനാന കേക്ക് എന്നും പറയാം കേട്ടോ. പഴത്തിൻ്റെ എല്ലാ ഫ്ലേവറും അടങ്ങിയിട്ടുള്ള നല്ലൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ അരിച്ചു മാറ്റാം. ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിൻ്റെ മേലിൽ ഒരു അരിപ്പ വെച്ചിട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 കപ്പ് തന്നെ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും 1/2 കപ്പ് വീതം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അരിച്ചു മാറ്റാം. അരിച്ചു മാറ്റിയതിന് ശേഷവും നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ചെറിയ പഴമാണ്. നല്ല പഴുത്തിട്ട് കളയാൻ വെച്ച പോലത്തെ പഴം ഉണ്ടല്ലോ, പഴുത്ത അങ്ങേറ്റെത്തിയത്, അങ്ങനത്തെ പഴമായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ കേട്ടോ. ചെറിയ പഴം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ റോബസ്റ്റ് പഴം ഉണ്ടല്ലോ, ആ പഴമായാലും എടുക്കാം കേട്ടോ. ഒരു 6 പഴം എടുക്കാം. റോബസ്റ്റ് പഴം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം മതിയാവും കേട്ടോ. അത് നല്ല പോലെ നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അടുത്തതായിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക. അതിലേക്കൊരു 3 മുട്ട റൂം ടെമ്പറേച്ചറിൽ പൊട്ടിച്ചൊഴിക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഹൈ സ്പീഡിൽ ഒരു 4 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ 4 മിനിറ്റ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുമ്പോഴായിരിക്കും നല്ല കറക്റ്റായിട്ടുള്ളൊരു മോയ്സ്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ലോ സ്പീഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതും ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ലോ സ്പീഡിൽ ബീറ്ററിനെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക, ഒരു പ്രശ്നമില്ല. അപ്പോൾ കണ്ട നമ്മൾ ബനാന കേക്കിൻ്റെ ബാറ്ററി ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് മിക്സിങ് നിർത്താം. ഇതാ കണ്ട ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നമ്മുടെ ബാറ്ററിന് കിട്ടുക. ഒരുപാട് തിക്കും അല്ല, ഒരുപാട് ലൂസും അല്ല. ഇനി നമുക്കിതാ ഇതുപോലത്തെ ഒരു 7 ഇഞ്ചിൻ്റെ ലോഫ് പാനിൽ നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഫുള്ളായിട്ട് തന്നെ ഒഴിക്കുക. ഇനി ഒരു സ്ക്വയർ വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എയർ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല. ഇനി 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കിതൊരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് സെയിൽ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ബനാന ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു കേക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം ബായ്.